ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ യൂണിറ്റ് 2 ആയ വോയിസസ് ഇൻ യൂണിസൺ എന്ന് പറയുന്ന യൂണിറ്റിലെ ലാസ്റ്റത്തെ പാഠഭാഗമായ ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ ഇതിലെ ആക്ടിവിറ്റീസ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതിന് മുൻപേയുള്ള നിങ്ങളുടെ എല്ലാ യൂണിറ്റിലെയും എല്ലാ ചാപ്റ്ററുകളുടെയും വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട്. ക്ലാസ് 4 ന്യൂ ടെക്സ്റ്റ് ബുക്സ് ഇംഗ്ലീഷ് എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കൂട്ടുകാർ ഇതിന് മുൻപേയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഹാവ് യു എവർ ട്രൈഡ് ടു ഫ്ലൈ എ കൈറ്റ്? നിങ്ങളൊരു കൈറ്റ്, അതായത് കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടം പറത്തി നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? എന്താണ് ശരിക്കും ഒരു കൈറ്റ് ഫ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? ഈസ് ഇറ്റ് ദ വിൻഡ് ആയിരിക്കുമോ? വിൻഡ് മീൻസ് കാറ്റാണല്ലേ. ഓർ ദ വിങ്സ് ഓർ ദ സ്ട്രിങ് ഓർ ദ പേഴ്സൺ ഹൂ ഫ്ലൈസ് ഇറ്റ്? അതും അല്ലെങ്കിൽ അതിൻ്റെ ചിറകുകളോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രിങ്ങോ അല്ലെങ്കിൽ എന്താണ് അത് പറത്തുന്ന ആളോ ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് പറയുന്നത് ഈ ഒരു സ്റ്റോറി വായിച്ചു നോക്കാനാണല്ലേ. അപ്പോൾ എന്താണ് നമ്മളെ സ്റ്റോറിയുടെ നെയിം? ഹൂ ഫ്ലൈസ് ദ കൈറ്റ്? ആരാണ് പട്ടം പറത്തുന്നത്? ഓൺ എ പ്ലെസൻറ്റ് ഡേ ദ മേയർ ഓഫ് ദ ടൗൺ സ്ട്രോൾഡ് ത്രൂ ദ പാർക്ക്. അപ്പോൾ എന്താണ് ഒരു പ്രസന്നമായ ദിവസം, അതായത് പ്രസന്നമായ എന്ന് പറഞ്ഞാൽ ഒരു തെളിഞ്ഞ ദിവസം, ഒരു നല്ല ദിവസത്തെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു നല്ല ദിവസം ആ ടൗണിലെ മേയർ പാർക്കിലൂടെ ചുറ്റി നടക്കുകയായിരുന്നു അല്ലേ. ഹിസ് ഐസ് വൈഡ്നഡ് ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. അപ്പോൾ എന്താണ് അവനൊരു കാഴ്ച കണ്ടപ്പോൾ അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വിശാലമായി തുറന്നു വന്നു അല്ലേ. എന്തായിരുന്നു ആ കാഴ്ച? ഒരു ബോയ് ഒരു വലിയ കളർഫുൾ ആയിട്ടുള്ള പട്ടം ഇങ്ങനെ പറത്തുന്നതാണല്ലേ അദ്ദേഹം കണ്ടത്. ദ കൈറ്റ് സോർഡ് ഹൈ ഡാൻസിങ് ഇൻ ദ ബ്രീസ്. അപ്പോൾ എന്താണ് ആ ഒരു പട്ടം നല്ല ഉയരത്തിൽ പറന്നു പോവുകയും അതുപോലെ തന്നെ കാറ്റത്ത് ഇങ്ങനെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വാവ്, ഹൂ മെയ്ഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? ദ മേയർ വാസ് ക്യൂരിയസ്. അപ്പോൾ എന്താണ് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഭയങ്കര അത്ഭുതത്തോടെ മേയർ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ ഒരു പട്ടം ഇങ്ങനെ ഉയരത്തിൽ പറത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്, ഐ ഡിഡ് മിസ്റ്റർ മേയർ, ഐ മെയ്ഡ് ദ കൈറ്റ് മൈസെൽഫ്. അപ്പോൾ എന്താണ് ബോയ് പറയുന്നത്? ബോയ് റിപ്ലൈ ചെയ്യുകയാണ്, അഭിമാനത്തോട് കൂടിയിട്ടാണ് പറയുന്നത്, ഞാനാണ് മിസ്റ്റർ മേയർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് ഈ കൈറ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഐ പെയിൻറ്റഡ് ഇറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ഞാനാണ് ഇതിന് നിറം നൽകിയതും ഇതിനെ പറത്തുന്നതും. ദെൻ ദ വിൻഡ് വിസ്പേർഡ് സോഫ്റ്റ്ലി. അപ്പം വിൻഡ് എന്താണ് ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട് അല്ലേ. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക. സോഫ്റ്റ് ആയിട്ട് വിസ്പർ ചെയ്യുന്നുണ്ട്. നോ ഇറ്റ്സ് മീ, അല്ല ഇത് ഞാനാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദ സ്കൈ. ഞാനാണ് ഈ കൈറ്റിനെ, ഈ പട്ടത്തിനെ ആകാശത്തേക്ക് ഉയരത്തിൽ പറത്തിക്കൊണ്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ. വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ഫാൾ ടു ദ ഗ്രൗണ്ട്. ഞാനില്ലെങ്കിൽ ഈ ഒരു പട്ടം ഗ്രൗണ്ടിലേക്ക് ഫാൾ ചെയ്ത് വീഴും എന്ന് പറയുന്നുണ്ട്. ഫാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വീഴും. ദ കൈറ്റ്സ് ടെയിൽ ഫ്ലറ്റേർഡ് ആൻഡ് സൈഡ്. അപ്പോൾ എന്താണ് കൈറ്റിൻ്റെ ആ ഒരു പട്ടത്തിൻ്റെ വാല് ഇങ്ങനെ ഫ്ലറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളകിക്കൊണ്ട് പറയുന്നുണ്ട്. വെയിറ്റ് ഐ കീപ് ദ കൈറ്റ് സ്റ്റേഡി വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാനും കൂടെയാണ്, ഞാനാണ് കൈറ്റിനെ സ്റ്റേഡി ആയിട്ട് നിർത്തുന്നത്. വിത്തൗട്ട് മീ, ഞാനില്ല എങ്കിൽ അത് ക്രാഷ് ആവുകയും അതിന് ബ്രേക്ക് വരികയും ഒക്കെ ചെയ്യുമെന്ന് ആര് പറയുന്നുണ്ട്? കൈറ്റിൻ്റെ വാല് പറയുന്നുണ്ട് അല്ലേ. കൈറ്റ് ടെയിൽ പറയുന്നുണ്ട്. ദ സ്ട്രിങ് ലുക്ക്ഡ് ആറ്റ് എവറി വൺ ആൻഡ് സൈഡ്. അപ്പോൾ എന്താണ് സ്ട്രിങ് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ? ഞാനില്ല എങ്കിൽ എങ്ങനെയാണ് ഒരു കൈറ്റ് ഫ്ലൈ ചെയ്യുക, ഒരു കൈറ്റ് പറക്കുക എന്ന് ആര് ചോദിക്കുന്നുണ്ട്? സ്ട്രിങ് ചോദിക്കുന്നുണ്ട് അല്ലേ. ഐ മേക്ക് ഇറ്റ് സോ ഹൈ. ഞാനാണ് ഇതിനെ ഉയരത്തിൽ പറത്തുന്നത്. ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ. ഞാൻ അതിന് ഗൈഡ് നൽകുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ സ്കൈയിൽ മൂവ് ചെയ്ത് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ. ദ മേയർ ലിസ്ണഡ് കെയർഫുള്ളി ടു എവ്രി വൺ, ഹി ആസ്ക്ഡ് തോട്ട്ഫുള്ളി, സോ ഹൂ റിയലി ഫ്ലൈസ് ദ കൈറ്റ്? അപ്പോൾ എന്താണ് മേയർ ഇതെല്ലാം കേട്ടുകൊണ്ട്
ഭയങ്കര ശ്രദ്ധയോടെ അവരോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം മേയർ ചിന്തിച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും ഇത് ആരാണ്, ഈ കൈറ്റ് ആരാണ് പറത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ദേ ഓൾ പോസ് ടു തിങ്ക്. അപ്പോൾ എന്താണ്, അവരെല്ലാവരും ഇങ്ങനെ വിചാരിക്കാൻ തുടങ്ങി, അവരെല്ലാവരും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അല്ലേ. ദെൻ ദ ബോയ് സൈഡ് ജെൻലി. എന്നിട്ട് എന്താണ്, ആ കുട്ടി ജെൻലി, വളരെ ജെൻലി ആയിട്ട് പറയുകയാണ്, വി ഓൾ ഡു ഇറ്റ്. ഞങ്ങൾ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് അവർ എഫേർട്സ്. കൈറ്റ് പറക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും എഫേർട്ട് കൊണ്ട് മൂലമാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അടുത്തത് എന്താണ്, ദ വിൻഡ് എഗ്രീഡ് ആൻഡ് ദ ടെയിൽ നോഡഡ് ടു. അപ്പോൾ എന്താണ്, കാറ്റ് അത് എഗ്രി ചെയ്യുകയും അതുപോലെ തന്നെ വാല് എന്ത് പറഞ്ഞു, വാല് തലയാട്ടുകയും ചെയ്തു അല്ലേ. ദ സ്ട്രിങ് ഓൾസോ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. സ്ട്രിങ്ങും അതുപോലെ തന്നെ ചിരിക്കുകയും അത് എഗ്രി ചെയ്യുകയും ചെയ്തു. ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദ എയർ. കൈറ്റ് വീണ്ടും എന്താണ്, ഡാൻസിങ് ചെയ്യാൻ തുടങ്ങി അല്ലേ എയറിൽ. ദ മേയർ സ്മൈൽഡ് വാംലി. അപ്പം മേയർ എന്താണ്, ഭയങ്കര വാമായിട്ട് സ്മൈൽ ചെയ്തു. യു ആർ റൈറ്റ്, ടുഗെദർ യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു കൈറ്റിനെ ബ്യൂട്ടിഫുള്ളായിട്ട് സുന്ദരമായിട്ട് പറത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലേ. ദിസ് കൈറ്റ് ഈസ് എ സിംബൽ ഓഫ് യൂണിറ്റി. ഈ ഒരു കൈറ്റ് എന്തിൻ്റെ സിംബലാണ്, യൂണിറ്റിയുടെ സിമ്പലാണ് അല്ലേ. യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഐക്യം, ഐക്യത്തിൻ്റെ സിമ്പലാണ്. ഇഫ് വി വർക്ക് ടുഗെദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാം അല്ലേ. ഓരോരുത്തരായിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം എന്താണ്, ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് കിട്ടുക അല്ലേ. എവ്രി വൺ സ്മൈൽഡ് ടുഗെദർ വി ഫ്ലൈ ദ കൈറ്റ്. എല്ലാവരും ഒരുമിച്ച് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു കൈറ്റിനെ പറത്തും എന്ന് പറഞ്ഞു അല്ലേ. ദേ ഷൗട്ടഡ് ചിയർഫുള്ളി. അപ്പോൾ അവർ എന്താണ്, ഉറക്കെ തന്നെ ചീർഫുള്ളി ആയിട്ട് പറഞ്ഞു. ദ കൈറ്റ് കണ്ടിന്യൂ ടു സോർ ഹൈ ഇൻ ദ സ്കൈ. അപ്പോൾ എന്താണ്, കൈറ്റ് വീണ്ടും ഒരുപാട് ഉയരത്തിൽ പറക്കാനായിട്ട്, ഒരു ആകാശത്ത് ഒരുപാട് ഉയരത്തിൽ പറക്കാനായിട്ട് തുടങ്ങിയല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എഴുതിയത് മൈക്കൽ റോഗേഴ്സ് ആണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ ഒരു സ്റ്റോറി നന്നായി വായിച്ചു നോക്കണം. അപ്പോൾ ന്യൂ വേർഡ്സും മീനിങ്സും ഒക്കെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം അല്ലേ. Activity 1. Here are the events of the story. Who flies the kite? Who flies the kite എന്ന് പറയുന്ന നമ്മുടെ ഈ സ്റ്റോറിയിലെ കുറച്ച് ഈവൻസ് ആണ് താഴെ നൽകിയിരിക്കുന്നത്. They are in a jumbled manner. അത് എന്താണ്, ഒരു ആകെ കലർത്തിയിട്ടാണല്ലേ കൊടുത്തിട്ടുള്ളത്. അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. നമ്മളോട് അത് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എ എന്താണ്, ദ ബോയ് സൈഡ് ഐ മെയ്ഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ബോയ് പറയുന്നുണ്ട് ഞാനാണ് ഈ ഒരു കൈറ്റ് ഉണ്ടാക്കിയതും ഞാനാണ് ഇതിനെ പറത്തുന്നതും എന്ന് പറയുന്നുണ്ട് അല്ലേ. അതല്ലല്ലോ ഫസ്റ്റത്തെ ഇവന്റ്. ദേ ഓൾ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ് ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗെദർ ആസ് എ ടീം. എല്ലാവരും സ്മൈൽ ചെയ്യുകയും അതിനെ എഗ്രി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തിനെ, ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗെദർ ആസ് എ ടീം. കൈറ്റ് നന്നായി പറക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ എന്താണ് അടുത്തത്, സി ദ കൈറ്റ്സ് ടെയിൽ സൈഡ് ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി ഇൻ ദ എയർ. കൈറ്റിൻ്റെ വാല് പറയുന്നുണ്ട് ഞാനാണ് ഈ ഒരു എയറിലും കൈറ്റിനെ സ്റ്റഡി ആയിട്ട് നിർത്തിക്കൊണ്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ. അടുത്തത് ഡി ദ വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ്. വിൻഡ് സോഫ്റ്റ് ആയിട്ട്, വിൻഡ് അതായത് കാറ്റ് സോഫ്റ്റ് ആയിട്ട് പിറുപിറുക്കുന്നുണ്ട്. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ. ഞാനാണ് ഈ ഒരു കൈറ്റിനെ ഉയരത്തിൽ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നുണ്ട്. അടുത്ത ഇ എന്താണ്, ദ മേയർ സോ എ ബോയ് ഫ്ലൈയിങ് എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദ പാർക്ക്. മേയർ ഒരു ബോയെ കാണുന്നുണ്ട് അല്ലേ. എന്താണ് അവൻ ചെയ്യുന്നത്, ഒരു കൈറ്റ് അതായത് ഒരു കളർഫുള്ളും ബ്രൈറ്റുമായിട്ടുള്ള ഒരു കൈറ്റിനെ ആ ഒരു പാർക്കിൽ ഉയരത്തിൽ പറത്തുന്നതാണ് മേയർ കാണുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഇ ആയിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓർഡർ ആക്കി നോക്കാം. ഫസ്റ്റത്തേത് എന്താണ്, ഫസ്റ്റത്തേത് നമ്മൾ വായിച്ചത് തന്നെയാണ് അല്ലേ. ലാസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ് ഫസ്റ്റ് വരുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്, അതുപോലെയാണ് കൂട്ടുകാർ അവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ, ദ മേയർ സോ എ ബോയ് ഫ്ലൈയിങ് എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദ പാർക്ക്. രണ്ടാമത്തേത് ദ ബോയ് സൈഡ് ഐ മെയ്ഡ് ദിസ് കൈറ്റ് ആൻഡ് ഫ്ലൈ ഇറ്റ്. നാലാമത്തേത് എന്താണ്, ദ കൈറ്റ്സ് ടെയിൽ സൈഡ് ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി ഇൻ ദ എയർ. അഞ്ചാമത്തെ ലാസ്റ്റത്തേത് എന്താണ് വരുന്നത്, ദേ ഓൾ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ് ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗെദർ ആസ് എ ടീം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിലെ ഈവൻസ് ഓർഡർ ആക്കിയിട്ട് എഴുതേണ്ടത് കേട്ടോ. അടുത്ത ആക്ടിവിറ്റിയാണ് പിക്ചർ സ്റ്റോറി കാർഡ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. സം ഓഫ് ദ ഈവൻസ് ആർ ഗിവൺ. റൈറ്റ് ദ ഈവൻസ് ഇൻ ദ ഗിവൺ സ്പേസ് ആൻഡ് ആഡ് പിക്ചേഴ്സ് wherever necessary. Give a suitable title. അപ്പോൾ എന്താണ്, താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട് അല്ലേ. അവിടെയുള്ള ആ പിക്ചേഴ്സൊക്കെ ഓരോ ഇവൻറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്.
എന്താണ് ആ ഇവൻറ്റ്സ് എന്നുള്ളത് നമ്മളോട് ആ സ്പേസ് കൊടുത്തിട്ടുള്ള സ്ഥലത്ത് എഴുതാനും, അതുപോലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ടാവില്ല, ഇവൻറ്റ് വിവരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമ്മളോട് പിക്ചർ വരച്ച് ചേർക്കാനും പറയുന്നുണ്ട്. അതുപോലെ ഇതിനൊരു ടൈറ്റിലും കൊടുക്കാൻ പറയുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാം. ഞാനിവിടെ റെനീസ് സാപ്ലിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെനി ആൻഡ് ഹിസ് ന്യൂ ഫ്രണ്ട്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. റെനി വാസ് ഫോണ്ട് ഓഫ് പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ആര്, റെനി എന്ന് പറയുന്നത്. വൺ ഡേ ഹി ഗോട്ട് എ സാപ്ലിംഗ്, ഒരു ദിവസം അവൻക്കൊരു തൈ ലഭിച്ചു അല്ലേ. ഹി ഡിസൈഡഡ് ടു പ്ലാന്റ് ദ സാപ്ലിംഗ് ഇൻ ഹിസ് ഓർക്കാഡ്, അപ്പോൾ അവൻ്റെ ഓർക്കാഡിൽ അവന് ആ ഒരു സാപ്ലിംഗ് നടാനായിട്ട് തീരുമാനിച്ചു. നെക്സ്റ്റ് പിക്ചറിൽ എന്താണുള്ളത്, റെനി വർക്ക്ഡ് ഹാർഡ് ടു ഡിഗ് എ ഹോൾ, ഹി വാണ്ടഡ് ടു പ്ലാൻ ഹിസ് സാപ്ലിംഗ് കെയർഫുള്ളി. അപ്പോൾ എന്താണ്, അവിടെ ഒരു ഹോള് നിർമ്മിക്കുന്നതിനായിട്ട് അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? അവൻക്ക് അവൻ്റെ സാപ്ലിങ് കെയർഫുള്ളി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് അവൻ്റെ ആ തൈ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അവൻ നന്നായിട്ട് പരിശ്രമിച്ച് ഒരു ഹോൾ ഉണ്ടാക്കുകയാണ്. അടുത്ത പിക്ചറിൽ എന്താണ്, ഹി പ്ലാന്റഡ് ദ സാപ്ലിംഗ് ആൻഡ് വാട്ടേർഡ് ഇറ്റ്, അവൻ ആ ഒരു തൈ നട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. മെനി ആനിമൽസ് കെയിം ടു ലീവ് നിയർ ദ ട്രീ, ആ ട്രീയുടെ അടുത്തായിട്ട് കുറേ ആനിമൽസ് അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ദ ആനിമൽസ് ബിക്കെയിം റെനീസ് ഫ്രണ്ട്സ്. പിന്നെ അടുത്ത പിക്ചറിൽ എന്താണ്, ആനിമൽസ് ഒക്കെ റെനിയുടെ ഫ്രണ്ട്സ് ആയി മാറുകയാണ് അല്ലേ. ദ ഹെൽപ്ഡ് ഹിം ടു ടേക്ക് കെയർ ഓഫ് ദ പ്ലാന്റ്, അവരും അവനെ ഈ ഒരു പ്ലാന്റിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ദ ട്രീ ഗ്രൂ സ്ട്രോങ് ആൻഡ് ഹെൽത്തി, അങ്ങനെ ട്രീ എന്തായി, വലുതായിട്ട് സ്ട്രോങ് ആയി ആൻഡ് ഹെൽത്തി ആയിട്ട് വളർന്നു വന്നു അല്ലേ. ഓൾ ദ ആനിമൽസ് എൻജോയ്ഡ് സിറ്റിംഗ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ദ ട്രീ, അപ്പോൾ എല്ലാ ആനിമൽസും ട്രീയുടെ ആ ഒരു തണലിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് അവരെല്ലാവരും എൻജോയ് ചെയ്യുകയാണ്. ആൻഡ് പ്ലേയിങ് അറൗണ്ട് ഇറ്റ്, അതുപോലെ തന്നെ അവർ അതിന് ചുറ്റും നടന്ന് കളിക്കുന്നുമുണ്ട്. അടുത്തത് അവിടെ നമുക്ക് പിക്ചർ തന്നിട്ടില്ല, അവിടെ നമുക്ക് സെൻറ്റൻസ് തന്നിട്ടുണ്ടല്ലേ. എന്താണെന്ന് നോക്കാം. വൺ ഡേ എ മംഗൂസ് കെയിം ദെയർ, ഒരു മംഗൂസ് അതായത് ഒരു ദിവസം കീരി അവിടേക്ക് വന്നു. ഇറ്റ് ബിഗെയിൻ ടു മേക്ക് എ ബർറോ അണ്ടർ ദ ട്രീ, അപ്പോൾ എന്താണ് അത്, ആ ഒരു ട്രീയുടെ താഴെ ഒരു മാളം ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ. ദ മങ്കി സോ ഇറ്റ്, മങ്കി അത് കാണുന്നുണ്ട്. ഹി ഇൻഫോംഡ് ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ ഫ്രണ്ട്സിനെ അവൻ ആ കാര്യം പറഞ്ഞ് അറിയിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് കൂട്ടുകാർ അവിടെ വരച്ചു കൊടുക്കേണ്ടത്. അത് കൂട്ടുകാരൊന്ന് വരച്ചു നോക്കൂ കേട്ടോ. ഒരു മംഗൂസ് ആ ട്രീയിലേക്ക് വരുന്നതും അതുപോലെ അതിൻ്റെ താഴത്തൊരു മാള ഉണ്ടാക്കുന്നതും അത് മങ്കി കാണുകയും അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം ഇൻഫോം ചെയ്യുകയും ചെയ്യുന്ന പോലത്തെ ഒരു പിക്ചർ കൂട്ടുകാർ നന്നായിട്ടൊന്ന് അവിടെ വരച്ചു കൊടുക്കൂ കേട്ടോ. അടുത്ത പിക്ചർ എന്താണ്, ഓൾ ദ ആനിമൽസ് ഗാദേർഡ് വിത്ത് റെനി, അപ്പോൾ റെനിയുടെ കൂടെ എല്ലാ ആനിമൽസും ഒരുമിച്ച് കൂടിയല്ലേ. ദേ ന്യൂ ദ ബർറോ കുഡ് ഹാം ദ ട്രീസ് റൂട്ട്, സോ ദേ വർക്ക്ഡ് ആസ് എ ടീം ടു ഡ്രൈവ് ദ മംഗൂസ് എവേ. അപ്പോൾ എന്താണ്, അവർ മനസ്സിലാക്കുകയാണ് അങ്ങനെ ഒരു മാളം നമ്മുടെ ട്രീയുടെ റൂട്ടിന് ദോഷകരമാണ് എന്ന് അവർ മനസ്സിലാക്കുകയും അവർ ഒരുമിച്ച് ടീമായിട്ട് വർക്ക് ചെയ്ത് ആ മംഗൂസിനെ തുരത്താനുള്ള വഴികൾ കണ്ടുപിടിക്കുകയും ചെയ്യുകയാണല്ലേ. ഓൾ ദ ആനിമൽസ് ടുഗെദർ ഡ്രൂ ദ മംഗൂസ് എവേ, എല്ലാ ആനിമൽസും ഒരുമിച്ച് നിന്ന് ആ ഒരു മംഗൂസിനെ ഒരു ദൂരത്തേക്ക് പറഞ്ഞയച്ചു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ വരച്ചു കൊടുക്കേണ്ടത്. അത് കൂട്ടുകാരൊന്ന് വരച്ചു കൊടുക്കണേ. ഇതെന്താണ്, കൈറ്റ് മേക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കൈറ്റ്സ് യൂസിങ് കളർ പേപ്പർ, റൈറ്റ് മെസ്സേജസ് അബൌട്ട് യൂണിറ്റി ആൻഡ് ടീം വർക്ക് ഓൺ ദം. അപ്പോൾ എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഡിഫറെൻറ്റ് കളർ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഭംഗിയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കൈറ്റ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത്. പലതരത്തിലുള്ള കൈറ്റുകൾ, പട്ടങ്ങൾ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റി, ഐക്യത്തെയും അതേപോലെ ടീം വർക്കിനെയും പറ്റിയിട്ടുള്ള കുറച്ച് മെസ്സേജസ് അതിൻ്റെ മേലെ എഴുതാനും പറയുന്നുണ്ട്. അവിടെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. യൂണിയൻ ഈസ് സ്ട്രെങ്ത്, അതായത് ഐക്യമാണ് ശക്തി എന്നൊക്കെ പറയുന്ന പോലെയുള്ള മെസ്സേജസ് ആണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓർഗനൈസ് എ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ഇൻ യുവർ സ്കൂൾ, അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യാനും പറയുന്നുണ്ട്. അടുത്തത് ക്രാഫ്റ്റ് കോർണർ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, ഈ പിക്ചർ നോക്കൂ, താഴെ കുറച്ച് പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്, അത് നോക്കാൻ പറയുന്നുണ്ട് അല്ലേ. ദ ആൻഡ്സ് ആർ മെയ്ഡ് വിത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, ലെറ്റ്സ് മേക്ക് അവർ ഓൺ ആൻഡ്സ്. അപ്പോൾ എന്താണ് അവിടെ നൽകിയിരിക്കുന്ന ആൻഡ്സ് ഒക്കെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളോട് നമ്മുടേതായിട്ടുള്ള ഒരു ആൻഡ്സ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട് അല്ലേ. ആൻഡ്സ് മീൻസ് എന്താണ്, ഉറുമ്പുകളെ നിർമ്മിക്കാൻ പറയുന്നുണ്ട് അല്ലേ.
അപ്പോൾ ഇതാ താഴെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ആൻസിനെ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളോടും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ആൻസിനെ തയ്യാറാക്കാനാണ് പറയുന്നത്. ആഫ്റ്റർ മേക്കിംഗ് യുവർ ആൻസ് റൈറ്റ് ദ ഡീറ്റെയിൽസ് ബിലോ. നിങ്ങൾ നിങ്ങളുടെ ആൻസ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ എഴുതാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്, ഐ മെയ്ഡ് മൈ ആൻഡ് വിത്ത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആൻഡിനെ ഉണ്ടാക്കിയത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് കൂട്ടുകാരുണ്ടാക്കിയത് എന്നുണ്ടെങ്കിൽ അത് അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയവരുണ്ടാവും, അപ്പോൾ ക്ലേ എന്ന് എഴുതണം. അല്ലെങ്കിൽ പേപ്പർ കൊണ്ടാണെങ്കിൽ പേപ്പർ എന്ന് എഴുതണം. സ്റ്റിക്സ് നമ്മൾ പല ഐസ്ക്രീം സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കില്ലേ, ഈർക്കിലൊക്കെ യൂസ് ചെയ്തിട്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് എഴുതണം. അതുപോലെ ലീവ്സ് യൂസ് ചെയ്തിട്ട്, ഇലകൾ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ അതുപോലെ എഴുതണം കേട്ടോ. അപ്പോൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് കൂട്ടുകാരുടെ ആൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തേത് ഇറ്റ്സ് കളർ ഈസ്. എന്ത് കളറാണ് കൂട്ടുകാരുടെ ആൻഡിനുള്ളത് എങ്കിൽ ആ കളർ അവിടെ എഴുതണം. പിന്നെ തൽക്കാലം ഗ്രീൻ എന്ന് എഴുതിയിട്ടുണ്ട്. കൂട്ടുകാരുണ്ടാക്കിയ ആൻഡിന് എന്ത് കളറാണോ അതാണ് അവിടെ എഴുതേണ്ടത്. 3 എന്താണ്, മൈ ആൻഡ് ഹാസ് ഡാഷ് ലെഗ്സ്. നിങ്ങളുടെ ആൻഡിന് എത്ര ലെഗ്സ് ഉണ്ട് എന്നതാണ് അവിടെ എഴുതേണ്ടത്. സാധാരണ 6 ലെഗ്സ് ആണ് ഉണ്ടാവാറ്, അതുകൊണ്ടാണ് 6 എന്ന് എഴുതിയിട്ടുള്ളത്. അടുത്തത് 4th ക്വസ്റ്റ്യൻ എന്താണ്, ഐ നെയ്മഡ് മൈ ആൻഡ്. നിങ്ങൾ നിങ്ങളുടെ ആൻഡിന് എന്ത് നെയിമാണ് നൽകിയിട്ടുള്ളത് എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. 5th ക്വസ്റ്റ്യൻ, ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് മൈ ആൻഡ് ഇൻ ദ ഡാഷ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗാർഡൻ, ഫോറസ്റ്റ്, പ്ലേ ഗ്രൗണ്ട് എക്സെട്ര എന്ന് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൻഡിനെ എവിടെയാണ് നിങ്ങൾക്ക് വെക്കാൻ താല്പര്യം എന്നുള്ളത് അതാണ് അവിടെ എഴുതേണ്ടത്. ചിലപ്പോൾ ഗാർഡനിൽ വെക്കുന്നവരുണ്ടാവും, ഫോറസ്റ്റിൽ വെക്കുന്നവരുണ്ടാവും, പ്ലേ ഗ്രൗണ്ടിൽ വെക്കുന്നവരുണ്ടാവും, അതുമല്ലാത്ത സ്ഥലങ്ങളിലും വെക്കുന്നവരുണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് കേട്ടോ കൂട്ടുകാർ അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൂട്ടുകാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററും അതിലെ ന്യൂ വേർഡ്സും മീനിങ്സും അതുപോലെ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുത്ത എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.